ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം വിഷമമുള്ള ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ 2 ബൊഗൻവില്ല പ്ലാന്റ്സിൽ ഞാൻ സാധാ ചേർക്കാറുള്ള പോട്ടിംഗ് മിക്സ് ഒക്കെ ചേർത്ത് വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് 2 പ്ലാന്റ്സുകൾ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരികയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ ഒരു തെറ്റിൽ ആ 2 പ്ലാന്റ്സുകളും ദാണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഗാർഡനിൽ ചില ചെടികൾക്കൊക്കെ ചാണകപ്പൊടിയൊക്കെ വളമായിട്ട് കൊടുത്തപ്പോൾ അധികം വന്ന 2 കപ്പ് ചാണകപ്പൊടി ഞാൻ ഈ ചെടികളിലെ ഓരോ ബോഗൻവില്ല പ്ലാന്റിൻ്റെ ചുവട്ടിലും ഓരോ കപ്പ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് പോട്ടിംഗ് മിക്സ് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റുകൾ ആയിരുന്നു ഇത്. പെട്ടെന്ന് തന്നെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിട്ടൊരു 3-4 ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. ഒരു 5-ൻ്റെ അന്നാണെന്ന് തോന്നുന്നു, രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ചെടികൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നേ. പക്ഷേ വൈകുന്നേരം നോക്കിയപ്പോൾ ചെടികൾ വാടി നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ ചെടികളുടെ ചുവട്ടിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ അതിനകത്തുണ്ടായിരുന്നത്. അതായത് വലിയ സൈസിലെ പുഴുക്കൾ അതിനകത്ത് വന്നിട്ട് ഈ പ്ലാന്റുകൾ നശിപ്പിച്ചത് ആ ഒരു പുഴുക്കളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസത്തോടൊക്കെ ആ പുഴുക്കളെയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ ഒരു വിധമൊക്കെ അതിനകത്ത് വെള്ളമൊക്കെ തങ്ങി നിന്നതും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു 2 ദിവസം ഈ പ്ലാന്റുകൾ തണലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ആ ഒരു പ്ലാന്റിന് വലിയ എന്താ പറയുക, ആ ഒരു കേട് വന്നതൊന്നും മാറുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു പ്ലാന്റിന് സംഭവിച്ചതിനെ പറ്റിയുള്ളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു, ഇത് ഒന്നും കൂടി റീപോർട്ട് ചെയ്ത് നോക്കി ചേച്ചി, അപ്പോൾ ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് കിട്ടുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന്. അതിനായിട്ട് ഞാൻ ഇപ്പം ഈ 2 ചട്ടിയിലായിട്ട് നിറയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും ചകിരിച്ചോറ്, അതായത് ഒരു ചട്ടിയിൽ ഒരു ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തന്നെ നട്ടേക്കുന്ന ആ ഒരു പോട്ടി മിക്സ് ഇനി ഉപയോഗിക്കുന്നില്ല കേട്ടോ. കാരണം ഇത്രയും കംപ്ലൈൻറ്റുകൾ ആ 2 പ്ലാന്റിനും വന്ന ആ ഒരു പോട്ടി മിക്സ് ഞാൻ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 ചട്ടിയിലായിട്ട് ഞാൻ ഈ ഒരൊറ്റ കപ്പിലെ ചാണകപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ സാധാ രീതിയിൽ പോട്ടി മിക്സ് ചേർത്തതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതും പോരാഞ്ഞ് വീണ്ടും അധികം വന്ന ചാണകപ്പൊടിയും കൂടി കളയണ്ട എന്ന് വിചാരിച്ചു ഈ 2 പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുത്ത പോട്ടി മിക്സിനെക്കാട്ടിലും അധികമായി പോയി കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഇത്രയും കൂടി ഒരു എല്ലുപൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ചാണകപ്പൊടിയൊക്കെ വളമായിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാനും എൻ്റെ ഗാർഡനിലെ മിക്ക ചെടികൾക്കുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ചാണകപ്പൊടി ഇത്രയും കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത്രയേറെ പ്രശ്നങ്ങൾ പ്ലാന്റ്സിനുണ്ടാകുമെന്ന് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനൊരു അറിവ് ഉണ്ടാവുന്നത് തന്നെ. അപ്പോഴാണ്ട് ഇത്രയും കാര്യങ്ങളുമാണ് ഞാൻ ഇതിനകത്ത് ഇപ്പോഴത്തെ പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചകിരിച്ചോറും മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും. മണ്ണ് ഞാൻ 2 ചട്ടിയിലെ മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം മണ്ണ് ഇച്ചിരി തോനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരു 2 ചെറിയ ചട്ടിയിലോട്ടാണ് കേട്ടോ ഇപ്പം മാറ്റുന്നത്. അതേ ചട്ടിയിലോട്ട് തന്നെ ഞാൻ റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ 2 ചട്ടികളൊന്നും മാറ്റി വെക്കാം. വേറെ എന്തെങ്കിലും ഒരു പ്ലാന്റുകൾ ഈ ഒരു ചട്ടി ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷം വേറെ പ്ലാന്റുകൾ നടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ ഇരിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ വേറെ ഒരു 2 പഴയ ചട്ടികൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ആ ചട്ടിയിലേക്ക് നടാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ ഈ പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിരുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷം റീപോർട്ട് ചെയ്ത് മാറ്റണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ആ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് നമുക്കൊന്ന് റീപോർട്ട് ചെയ്ത് മാറ്റിയാൽ എന്താ എന്ന്. ആ ഒരു സബ്സ്ക്രൈബറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഉപകാരപ്പെടുന്ന കമൻറ്റുകളൊക്കെ നമുക്ക് ഇട്ട് തരുന്നതിന്. കാരണം അങ്ങനെയൊക്കെ മറ്റുള്ളവർക്കുള്ള അറിവും കൂടിയാണല്ലോ നമുക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് ഇടുക. കാരണം വീഡിയോ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ കമൻറ്റുകൾ വായിക്കുന്നതിനകത്താണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വളപ്രയോഗങ്ങൾ ചേർക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ടുകളോ എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്കും കൂടി.
ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ചെടികൾ ഇഷ്ടപ്പെടുന്നവരുടെ ആ ഒരു മനസ്സറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ചെടികൾ അത്രയേറെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളും. ചില ആൾക്കാരൊക്കെ ഞാൻ ഇതുപോലെ ചെടികളൊക്കെ നടുന്നതും അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ വളർത്തുന്നതും ഒക്കെ വീഡിയോ ആയിട്ട് ഇടുമ്പോഴും അല്ലാതെ തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെടികൾ വളർത്തുന്ന സമയത്താണെങ്കിലും പരിഹസിച്ച ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എനിക്ക് ചുറ്റിനും. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനതാണ്ട് ഇപ്പം ഈ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കമൻറ്റ് ബോക്സിലൂടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് തന്നെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലൂടെ തന്നെ അഡീനിയം പ്ലാന്റ്സിനെ പറ്റിയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്ലാന്റ്സിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരികയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഓരോ സംശയങ്ങളൊക്കെ കാണുമല്ലോ. അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ആദ്യമായിട്ട് വളർത്തുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഉണ്ട് കേട്ടോ സംശയങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജൊക്കെ ഇടുമ്പോഴും അവരുടെ ഡൗട്ടുകൾ എന്നോട് വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോഴും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരു ചെടിയാണ് അവിടെ വളർന്ന് കിട്ടുന്നത്, അത് നശിച്ചു പോകാതെ ആ ഒരു ചെടി അവർക്ക് നല്ല രീതിയിലായി കിട്ടുന്നുണ്ട് എന്ന് കേൾക്കുന്നതിലാണ് കേട്ടോ ഏറ്റവും അധികം സന്തോഷം എനിക്കുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ പൊട്ടാത്ത രീതിയിൽ നല്ല ശ്രദ്ധയോടെ വേണം കേട്ടോ എടുത്തു മാറ്റാനെ കൊണ്ട്. അപ്പം ഞാൻ നല്ല ശ്രദ്ധയോടെ തന്നെയാണ് ആ ഒരു പ്ലാന്റ് ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെച്ചത്. അതിനുശേഷം കുറച്ച് പോട്ടി മിക്സ് കൂടെ ചേർത്ത് ചെടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു 4 സൈഡിലും ചെറിയ രീതിയിലാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ അടുത്ത ചട്ടിയിൽ ഞാൻ ആ ഒരു പ്ലാന്റ് മാറ്റി കൊടുക്കുന്നത്. രണ്ട് പ്ലാന്റുകളും ഞാൻ റീപോർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ 2 പ്ലാന്റുകളും കുറച്ച് ദിവസത്തേക്കിന് നമുക്ക് തണലത്ത് തന്നെ വെച്ച് വേണം വളർത്തിയെടുക്കാനെ കൊണ്ട്. നേരിട്ട് ഇപ്പോഴേ വെയിലത്തോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നനച്ചും കൂടി കൊടുക്കാം. നനച്ചതിന് ശേഷം നമുക്കൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അതുകൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് മുന്നേ കുറേ വീഡിയോസുകൾ ഉപകാരപ്പെടുന്ന അതായത് അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസും കൂടിയൊക്കെ കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.